എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചതിന് ദൈവം എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഒരുപക്ഷെ ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ കാണേണ്ടി വരുന്നത് പോലെ ഒരു ശിക്ഷയായിരിക്കും. പത്തടി നടക്കുമ്പോൾ കാലവേദനയാണെന്ന് പറയുന്നവളാ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. റാമിന് വേണ്ടി എത്ര വലിയ വേദന ഇവള് സഹിക്കും. ഭഗവാനെ, ഈ കുഞ്ഞിനു വേണ്ടി, എനിക്ക് വേണ്ടി റാമിന് വേഗം ഭേദമാക്കി കൊടുക്കണേ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് വേഗം നടക്കും. നിന്റെ ഫ്രണ്ടിന് പെട്ടെന്ന് തന്നെ ഭേദമാവും. കോള് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഈ സീത എന്താ സൂര്യ ഇത്ര നേരമായിട്ട് കാണാൻ പോവാത്തെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? അതോ സീതയ്ക്കിനി സൂര്യ മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും മടിയുണ്ടാവോ? റാമിന്റെയും സീതയുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോൾ ചെയ്തൊന്ന് പറയാൻ പാടില്ലേ? സൂര്യാണെങ്കിൽ അവിടെ കാത്തിരിക്കുകയാണല്ലോ. അശോക്, നീ രാവിലെ മുതൽ ഇവിടെ തന്നെയല്ലേ? ടയേർഡായി കാണില്ലേ? കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോളൂ. എന്തെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേ. അപ്പൂനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, എനിക്കിവിടെ നിൽക്കുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് യു ഓൾസോ നീഡ് സം റെസ്റ്റ്. നീ പൊക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം. അപ്പൂനെ നോക്കുന്നതൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാനിവിടുന്ന് പോയ സിറ്റുവേഷൻ മറ്റൊന്നാവും. നിങ്ങൾ ഓൾറെഡി ഒരു തെറ്റ് ചെയ്തതാ. അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതുകൊണ്ട് ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നീ എന്താ ആലോചിക്കുന്നേ? നീയില്ലെങ്കിൽ അപ്പൂന്റെ കാര്യങ്ങളൊന്നും ആരും നോക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? എന്ത്, നിനക്കെന്നെ വിശ്വാസല്ലേ അശോക്? വിശ്വാസമൊക്കെ വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയവും ക്ഷമയും എനിക്കില്ല. എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ഞാനിവിടെ തന്നെ നിന്നോളാം. ഇപ്പൊ നിനക്ക് അപ്പു അല്ലാതെ മറ്റൊന്നും തന്നെ പ്രധാനമല്ലെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും. മറ്റെന്തിനേക്കാളും എനിക്ക് റാമാണ് മുഖ്യം. ഐ അണ്ടർസ്റ്റാൻഡ്. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോ പിന്നെ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ഞാൻ വീട്ടിലേക്ക് പോവാം. എന്തേലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാം. അശോക്, അപ്പൂന് ഭേദമാകുന്നത് നിനക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് എനിക്കും. അതോർത്താ കൊള്ളാം. റാമിനിപ്പൊ എങ്ങനെ ഉണ്ടാവോ എന്തോ, അവന്റെ ന്യൂസ് ആണെ കാണിക്കുന്നേ ഇല്ല. ഈ ചാനലുകാർക്ക് വേറെന്തെങ്കിലും വാർത്ത കിട്ടി കാണും. അതാണ് രാമന്റെ വാർത്തയൊന്നും വരാത്തത്. രാവിലെ തൊട്ട് ഞാനിരുന്ന് ശരിയാക്കുന്നതാ. അതാ ഇപ്പൊ നിങ്ങൾ തിന്നുന്നെ. രാത്രി വെച്ചുണ്ടാക്കാനും വല്ലതും വേണം. ചിലപ്പോഴേ റാമിനിപ്പൊ ഭേദമായി കാണും. ഇല്ലെങ്കിലേ യമനോട് തോക്കുവോ രാമ എന്നൊക്കെ ഹെഡ്ലൈൻ വരുമായിരുന്നു. യമപുരിയിലേക്ക് തിരിച്ചു മടങ്ങിയ യമൻ. രാമനൊരു കുഴപ്പമുണ്ടാവില്ല. സന്തോഷിച്ചോ?
യമപുരിക്കാരും പോയില്ല. യമ is here. സാറേ എന്താ സാറേ ഇവിടെ? എന്താ വരാൻ പാടില്ലേ? ഓഹോ, സമാധാനമായിട്ടിരുന്ന് വാർത്ത കാണുവാണല്ലേ? അതെ സാർ, ഇപ്പോ ഈ ന്യൂസിലൊക്കെ അല്ലേ പുതിയ ട്വിസ്റ്റുകൾ നടക്കുന്നത്. ആ സാറേ, ഇപ്പൊ ഉണ്ടായ ട്വിസ്റ്റ് എന്താണെന്നറിയോ? ആ റാമിനെ ആക്സിഡന്റ് ആയിട്ടുണ്ട്. സാർ ഇതുവല്ലോ അറിഞ്ഞായിരുന്നോ? സാറേ ചിരിച്ച എന്തിനാ? മനസ്സിലായില്ല. നിങ്ങൾക്ക് ആക്സിഡന്റ് ആയത് മാത്രമേ അറിയൂ. പക്ഷെ എനിക്ക് എപ്പോഴാ, എങ്ങനെയാ, ആരായിരുന്നു എന്നൊക്കെ എല്ലാം അറിയാം. എങ്ങനെയായിരുന്നു സാർ? ആരാ അത് ചെയ്തത്? പറയാം, എല്ലാം പറയാം. ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് പാകം ചെയ്യേ. ഭക്ഷണം കഴിച്ചിട്ട് സമാധാനത്തോടെ സംസാരിക്കാം. രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായി. ചെല്ലേ. സാറേ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ. അതെവിടെ വെക്കുന്നോ അവിടെയല്ലേ ഞാൻ ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവോ? ശ്രീരാം എന്ന പേരിലൊരു അർച്ചന നടത്തണമായിരുന്നു. അവർക്ക് തീരെ വയ്യ. പക്ഷേ പൂജയ്ക്കുള്ളതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കുഴപ്പമില്ലല്ലോ? ദൈവത്തിന് ആവശ്യമുള്ളത് ഭക്തിയാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. ശ്രീരാം നിങ്ങളുടെ ഭർത്താവാണോ? നിന്റെ ഭർത്താവിന് എത്രയും പെട്ടെന്ന് ഭേദമാകും. ഭഗവാൻ കൂടെയുണ്ട്. സീതമ്മ, പൂജാരി പുരുഷൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാ ഭർത്താവാ? നിന്റെ ഫ്രണ്ടിന്റെ പേരിലല്ലേ നമ്മൾ അർച്ചന നടത്തിയത്? പൂജാരി അതറിയാതെ പറഞ്ഞതാവും. എനിക്കും ആ നേരത്ത് എന്ത് പറയണമെന്നൊരു പിടിയും കിട്ടിയില്ല. അത് കുഴപ്പമില്ല സീതമ്മ. എന്റെ ഫ്രണ്ട് എന്തായാലും പുരുഷനല്ലേ.
അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല. ശരി വാ, വീട്ടിലേക്ക് പോവാം. എന്താ ശോക, സീത ഇതുവരെ എത്തിയില്ലല്ലോ. രാത്രിയായില്ലേ? എനിക്ക് തോന്നുന്നത് ഇന്ന് അവള് വരില്ല. ഞാൻ അയാളെ വിളിച്ചതാ സൂരി, അയാളെ പിക്ക് ചെയ്തില്ല. മോസ്റ്റ്ലി എന്തെങ്കിലും പ്രശ്നത്തിലാവും തോന്നുന്നു. ഇല്ലെങ്കിൽ സമയം പറഞ്ഞാൽ വരാത്ത ആളല്ല അയാള്, ഉറപ്പായും വരും. ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്ക് മനസ്സിലാവും. ശരി, നാളെ ഓഫീസ് അവേഴ്സിലെ മീറ്റ് ചെയ്തോളാം കേട്ടോ. ശരി സൂരി, നാളെ ഓഫീസ് അവേഴ്സിൽ സീതയോട് സംസാരിക്കുന്നത് കൂടാതെ റാം തിരിച്ച് ഭേദമായി തിരിച്ച് ഓഫീസിലേക്ക് തിരിച്ചെത്തുന്നവരെ നിങ്ങളുടെ പ്രസൻസ് ഓഫീസിൽ ഉണ്ടായിരിക്കണം. എന്താടാ ഈ പറയുന്നേ? ഞാൻ ഓഫീസിലേക്ക് വരണമെന്നോ? സോറി സൂരി, ഈ പ്രായത്തിൽ നിങ്ങളോട് ഓഫീസിലേക്ക് പോകാൻ പറയുന്നത് എന്ന് തോന്നരുത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിട്ട് എങ്ങോട്ടും പോകില്ല. റാം ഓക്കെ ആവുന്നവരെ ഇവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ, നീ അവിടെ നിന്നോ. ഈ ഓഫീസിൽ പോക്ക് വലിയ കാര്യമല്ല. ഞാൻ അവന് വേണ്ടി പോകും. എനിക്ക് രാമനെ മുൻപിലത്തെ പോലെ ഒന്ന് കണ്ടാ മതി. ഇപ്പൊ അവനെങ്ങനെയുണ്ടടാ? ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. നിങ്ങൾ വെറുതെ സ്ട്രെസ് എടുക്കാൻ നിൽക്കണ്ട, കണ്ണടച്ചുറങ്ങിക്കോ. നിങ്ങളുടെ കുട്ടി എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായി വരും. അങ്ങനെ ആയാ മതി മോനെ. ആ ചാന്ദിനി വീണ്ടും രാമനെ കാണാൻ വരാതിരിക്കാൻ ഞാനിവിടെ കാവലിനുണ്ടാവണം. ഓഫീസിൽ ഇനി മറ്റൊരു ചരണ്ടി ഉണ്ടാവാതിരിക്കാൻ നിങ്ങളവിടെ ഉണ്ടായേ പറ്റൂ. ഇപ്പോൾ എനിക്കുള്ള അവസ്ഥയിൽ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരെയും വിശ്വാസം ഇല്ല സൂരി. ഹൗ ഡെയർ യു! എന്റെ പെർമിഷൻ ഇല്ലാതെ നീ ഓഫീസിലേക്ക് വരുന്നോ? എന്താണാവോ റാമിനോട് പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ? രാമിന് ആക്സിഡന്റ് ആയത് അറിഞ്ഞപ്പോ ഐ കുഡന്റ് സ്റ്റോപ്പ് മൈസെൽഫ്. മേമയ്ക്ക് അറിയാവുന്നതല്ലേ ഞാനും രാമൻ തമ്മിൽ എങ്ങനെയായിരുന്നെന്ന്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ വന്നേ. ഓ അറിയാം, ഇതിന്റെയൊക്കെ കാരണം ഞാനാണല്ലോ. എന്താ, സ്നേഹം കാണിക്കുന്ന കാര്യത്തില് എന്നെ കടത്തി വെട്ടുമല്ലോ നീ. രാമന് പ്രേമിക്കാൻ ഞാൻ പറഞ്ഞു, നീ പ്രേമിച്ചു. നിന്നോട് വിട്ടുപോവാൻ പറഞ്ഞപ്പോ പോവും ചെയ്തു. എന്നാ ഇപ്പൊ ഞാനാ പറയുന്നേ, ഇനി ഇവിടെ വേണം, ഇപ്പൊ അവന്റെ അടുത്ത് വേണം. മേമ, കഴിഞ്ഞ തവണ ജസ്റ്റ് ഓഫീസിൽ കയറി കളിക്കാനാ ഞാൻ പറഞ്ഞു. ഇത്തവണ ദേശായി കുടുംബത്തിൽ കയറി കളിക്കാൻ. വാവ് മേമ, എനിക്ക് വേണ്ടത് അതായിരുന്നു. അതായിരുന്നു എന്ന് പറഞ്ഞു? ദേശായി ഗ്രൂപ്പ്സോ? നോ, രാമിനെ വേണോ എനിക്ക്. അവനെ ഇന്ന് ഞാൻ കണ്ടപ്പോ എന്തിനവനെ ഇട്ടിട്ട് പോയെന്ന് തോന്നി എനിക്ക്. എനിക്ക് ഒരിക്കൽ കൂടി അവനോടൊപ്പം ജീവിച്ചാ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. മേമ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു. എനിക്ക് അവനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ ഇനി കഴിയില്ല. ഞാൻ ശരിക്കും ഇനി അവനെ ഒന്ന് പ്രേമിച്ചോട്ടെ. ഹൗ സ്വീറ്റ്! പണത്തിനു വേണ്ടി പ്രണയിച്ച് നിനക്ക് ഒരു ഹൃദയം ഉണ്ടാവില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അത് സാരമില്ല, നിന്റെ ഹൃദയം നോർമലായിട്ട് തന്നെയാ വർക്ക് ചെയ്യുന്നത്. എനിവേ, പഴയതൊക്കെ നിയമം മറന്നേക്ക്. ഇനി മുതൽ റാം നിനക്കുള്ളതാ. നിന്റെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട്
ഞാൻ നിന്റെ കൂടെ കാണും. സത്യമാണോ? താങ്ക്സ് മേമ. പെർഫെക്റ്റ് ടൈമിംഗ് ചാന്ദിനി. ഒരു വെടിക്ക് 2 പക്ഷി. നീ റാമുമായിട്ട് വീണ്ടും അടുത്തു കഴിഞ്ഞാ ആ സീത പിന്നകന്ന് പോയിക്കോളും. ഇപ്പൊ എന്റെ ആവശ്യത നിന്റെ കയറ് എന്റെ കയ്യിൽ കാണും. അത് പൊട്ടിച്ചാലുണ്ടല്ലോ, പണത്തിന് വേണ്ടി പ്രണയിച്ച കഥ എനിക്കും പൊട്ടിക്കേണ്ടി വരും. അപ്പൊ എന്റെ പൊന്നു രാമൻ സീതയെ കിട്ടാതെ തകർന്നു പോവും. നീ ചെയ്തതാലോചിച്ച് അവൻ നരകിച്ചു പോവും. ബ്രില്യന്റ്, ബ്രില്യന്റ്. ഹലോ. ഹലോ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നത്. ആ, റാമിനിപ്പോ എങ്ങനെയുണ്ട്? താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. റാമിന് ഇതുവരെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. നിങ്ങളതോർത്ത് വെറുതെ വിഷമിക്കണ്ട. അവർക്ക് പെട്ടെന്നെല്ലാം ഭേദമായിക്കോളും. റാമിന് തിരിച്ച് ബോധം വരുന്നവരെ ഞാൻ അവനോട്ട് ഇങ്ങോട്ടും വരില്ല, അവൻ്റെ കൂടെ ഉണ്ടാവും. റാം തിരിച്ച് ഓഫീസിലേക്ക് വന്നാലേ ഞാനും വരൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളല്ലാതെ വേറെ ആരാ അവന്റെ കൂടെ നിന്ന് അവനെ നോക്കാനുള്ളത്? സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, അവളുടെ കാര്യമൊന്നും പറയണ്ട. സിഹിയെ കുറച്ചു നേരം ഇവിടെ കാണാനില്ലായിരുന്നു. അത്ര സമയം കൊണ്ട് ഞങ്ങളൊക്കെ എത്ര പേടിച്ചു എന്നറിയോ? പിന്നെയാ മനസ്സിലായേ, അവള് റാമിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോയതായിരുന്നു. സീത ഇപ്പൊ അവിടെ തന്നെയാ ഉള്ളത്. ഓക്കെ, ഭാഗ്യം സിഖിയെ കിട്ടിയല്ലോ. സീത എന്ന കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ബെറ്റർ. എന്താ? എന്തു പറ്റി? ബ്ലഡ് കൊടുത്തത് ഞാനാണെന്ന് റാമിന്റെ വീട്ടുകാരും അറിയണ്ട. റാം ഇത് ഒരിക്കലും അറിയാൻ പാടില്ല. പറയില്ലെന്ന് എന്റെ മേലെ സത്യം ചെയ്യണം സർ. നിങ്ങൾ എന്തെങ്കിലും കാര്യം എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ? അതോ എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യം എങ്ങനെയാ പറയണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ കാര്യം പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും പറയാനാവില്ല. എന്താന്ന് വെച്ചാ സീത എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച ആരോടും പറയാതിരിക്കാൻ. എന്ന് വെച്ച് നിന്നോടൊരു കാര്യം മറച്ചു വെക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ സീതയ്ക്ക് ചെയ്ത പ്രോമിസ് തെറ്റിക്കാൻ വയ്യ. അത്രയ്ക്ക് വലിയ എന്ത് കാര്യോ? അത് പറഞ്ഞല്ലോ, പറയാനാവില്ല. പ്ലീസ് നീ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ബട്ട് സീതയ്ക്ക് ഇപ്പോൾ റെസ്റ്റ് വേണം. പ്ലീസ് അവരെ നോയിക്കോണേ. ഓക്കെ, ഞാനിന്ന് PGയിലേക്ക് പോകുന്നില്ല, ഇവിടെ കിടന്നോളാം. പിന്നെ നിങ്ങളും ശ്രദ്ധിക്കണേ, കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. നിങ്ങൾ ഓക്കെ ആയിട്ടിരുന്നാലേ റാമിനെ നോക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. എൻ്റെ അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിസ് യു. ഐ മിസ് യു ടു. ടേക്ക് കെയർ. ബൈ. ഗെറ്റ് വെൽ സൂൺ മൈ ഡിയർ റാം. നമുക്കിടയിൽ ദൂരം കാണും, ബട്ട് യു ആർ ഓൾവേസ് ദെയർ ഇൻ മൈ ഹാർട്ട്. റാമിപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, പക്ഷേ ഭേദായി കഴിഞ്ഞ എന്റെ മെസ്സേജ് അവൻ എന്തായാലും കാണും. ഞാൻ അവനെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ എന്തായാലും മനസ്സിലാവും. ശാന്തിനോട് മെസ്സേജോ? ഐ എം സോറിടാ, ഇത് നിന്റെ പേഴ്സണലാ. പക്ഷെ നിനക്ക് നല്ലത് സംഭവിക്കണമെങ്കിൽ ഐ ഹാവ് ടു ക്രോസ് മൈ ലിമിറ്റ്സ്.
നല്ലതിനു വേണ്ടി വന്നതല്ല അവള്. ഇതിങ്ങനെ വിട്ടാ അവൾ ഇനി അടുക്കാൻ ട്രൈ ചെയ്യും. ഞാൻ തന്നെ തിരിച്ച് മെസ്സേജ് അയക്കാം. നീ സത്യമായിട്ട് റാമിന്റെ നല്ലതാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അകന്നു നിൽക്ക്. അവൻ നിന്നെ മറന്നിട്ടുണ്ട്. രാം? അശോകോ? ഹൗ ഡെയർ ഈസ് ഹി? റാമിന് വരുന്ന മെസ്സേജ് ഒക്കെ ഇവനാണ് നോക്കുന്നേ. ഹൗ ചീപ്പ്. അല്ലേലും ഇവനാരാ എന്നോട് എന്റെ റാമിൽ നിന്നും അകന്നു നിൽക്കാനൊക്കെ പറയാനും മാത്രം? മറന്നിട്ടുണ്ടത്രേ ബ്ലഡി. അതിന് മാത്രം ഇവൻ എന്താ അറിയാം? എന്റെ റാം ഞാൻ എപ്പോ വന്നാലും അവൻ എന്നെ സ്വീകരിക്കും. അശോകിനെ ഞാൻ ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. എന്നെ റാമിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി നോക്കുവാണല്ലേ? റാമായിട്ട് എന്റെ അടുത്ത് വരും. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. നീ നോക്കിക്കോ.